അഭിഭാഷകരുടെ സഹായത്തോടെ കോടതികളിൽ വ്യാജരേഖകൾ സമർപ്പിച്ചതുൾപ്പെടെയുള്ള തട്ടിപ്പുകൾ നടത്തിയവർ എതിർകക്ഷികളായുള്ള കേസിൽ കുറ്റം ചെയ്ത അഭിഭാഷകർ നിയമ നടപടികളിൽ നിന്ന് ഒരിക്കലും ഒഴിവാക്കപ്പെടില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുകയുണ്ടായി. ഇത്തരം ഗുരുതര കുറ്റകൃത്യങ്ങൾ ചെയ്ത എല്ലാ വ്യക്തികൾക്കുമെതിരെ അന്വേഷണം നടത്താനും കേസെടുക്കാനും സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനോട് കോടതി ഉത്തരവിടുകയുണ്ടായി. അഭിഭാഷകർ മറ്റു പൗരന്മാരെപ്പോലെ തന്നെ നിയമവും ധാർമ്മിക നിലവാരവും തീർച്ചയായും പാലിക്കണമെന്നാണ് പരമോന്നത നീതിപീഠത്തിന്റെ ഉത്തരവിലൂടെ വ്യക്തമാക്കപ്പെടുന്നത്. കുറ്റം ചെയ്യുന്നവർ നിയമമേഖലയിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും ശരി, അവർ നിയമ നടപടികളിൽ നിന്ന് ഒഴിവാക്കപ്പെടില്ല. കോടതികളിൽ, പ്രത്യേകിച്ച് സുപ്രീം കോടതിയിൽ സമർപ്പിക്കപ്പെടുന്ന വക്കാലനാമയിൽ അല്ലെങ്കിൽ രേഖകളിൽ ഒപ്പുവയ്ക്കുകയും കക്ഷികൾക്കു വേണ്ടി ഹാജരാകുകയും ചെയ്യുന്ന ഓരോ അഭിഭാഷകനും ഉത്തരവാദിത്വബോധത്തോടെയും ഗൗരവത്തോടെയുമാണ് അത്തരം പ്രവൃത്തികൾ ചെയ്യേണ്ടത്. തൊഴിൽപരമായ ധാർമ്മികത അദ്ഭുതിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഓരോ പൗരനും നീതി ലഭ്യമാക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിക്കുന്ന നിയമമേഖല വളരെയധികം പവിത്രി ഉൾക്കൊള്ളുന്നതാണ്. 1961 അഭിഭാഷക നിയമപ്രകാരം കോടതി ഉദ്യോഗസ്ഥരെന്ന നിലയിൽ അഭിഭാഷകർ കർശനമായും ഉയർന്ന ധാർമ്മിക നിലവാരം പുലർത്തേണ്ടതാണ്. ചുരുക്കിപ്പറഞ്ഞാൽ, സുപ്രീം കോടതിയുടെ ഭഗവാൻ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP കേസിൽ 2024 KHC ഓൺലൈൻ 6510 പ്രസിദ്ധീകരിച്ച വിധിപ്രകാരം കുറ്റം ചെയ്യുന്ന അഭിഭാഷകർ ഉറപ്പായും നിയമ നടപടികൾ നേരിടണം. നിയമം മറ്റുള്ള പൗരന്മാർക്കെന്നതുപോലെ അവർക്കും ബാധകമാണ്. അഭിഭാഷകർ തങ്ങളുടെ സവിശേഷമായ പദവി ഒരിക്കലും കുറ്റകൃത്യം ചെയ്യാൻ ദുർവിനിയോഗം ചെയ്യരുത്. ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.